ശ്രീ ബിച്ചു തിരുമല സാറിൻ്റെ കൗതുകമുണർത്തുന്ന വരികളും ഔസേപ്പച്ചൻ സാറിൻ്റെ മാസ്മരിക സംഗീതവും ചിത്ര ചേച്ചിയുടെ നിഷ്കളങ്കമായ ശബ്ദവും ചേർന്ന് വന്നപ്പോൾ നമ്മൾ മലയാളികൾക്ക് കിട്ടി എന്നും ഓർക്കാനും താലോലിക്കാനും മനോഹരമായൊരു ഗാനം. ഈ ഗാനത്തിലൂടെ ഡ്യുവറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്നോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡ്യുവറ്റിൻ്റെ മ്യൂസിഷ്യൻസ് ഉണ്ട്. അവരെ പരിചയപ്പെടുത്താണ്. ഓൺ പിയാനോ റാൽഫിൻ സ്റ്റീഫൻ, ഓൺ വയലിൻ റോജോ ആൻഡ് ഓൺ ഫ്ലൂട്ട് രാജേഷ്. ഇന്ന് ഡ്യുവറ്റിൽ അതിഥിയായി വരുന്ന ഗായകനെക്കുറിച്ച് പറയാൻ എനിക്ക് 100 നാവാണുള്ളത്. കാരണം ഈസ് സോ എക്സ്ട്രീംലി ടാലൻറ്റഡ്. അത് മാത്രമല്ല എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടിയാണ്. നമുക്ക് വേണ്ടി ഒരുപാട് നല്ല പാട്ടുകൾ പാടി തന്നിട്ടുള്ള ദ സിംഗർ വിത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് വോയിസസ് ദാറ്റ് വി ഹാവ് ടുഡേ. സന്തോഷത്തോടെ ഡ്യുവറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിധു പ്രതാപ്. വിധുവിൻ്റെ പാട്ടിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വീട്ടിൽ നിന്നാണെന്ന് അറിയാം. വിധുവിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്രതാപൻ അങ്കിളാണെന്ന് അറിയാം. അച്ഛൻ അങ്കിളാണ് ശരിക്കും വിധുവിന് പാട്ടിലേക്കുള്ള വഴി, ഇതാണ് വിധുവിൻ്റെ കരിയറാക്കി വിധു എടുക്കേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ വിധുവിന് തന്നിരുന്നോ, അതോ അത് വിധു തന്നെ എടുത്തൊരു തീരുമാനമാണോ പാട്ടാണ് എൻ്റെ വഴി എന്നുള്ളത്? ഇല്ല, എനിക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദർ, അതായത് അമ്മയുടെ അച്ഛൻ ഡിസ്ട്രിക്ട് ജഡ്ജായിരുന്നു. പക്ഷെ കൂടുതലും അപ്പൂപ്പൻ ഈ ക്ലാസിക്കൽ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൂപ്പൻ കീർത്തനങ്ങൾ പാടും, പഴയ ഭജൻസ് ഒക്കെ പാടുന്നിരുന്ന ഒരു ആളാണ്. അപ്പം അപ്പൂപ്പൻ ഇങ്ങനെ എൻ്റെ ചെറിയ മോഡലുകളും, പക്ഷെ വളരെ എനിക്ക് ഒരു വയസ്സെന്തോ ആയപ്പോഴേ അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പോൾ ഈ പറഞ്ഞ ആ സമയത്ത് അപ്പൂപ്പൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. പിന്നെ അറിയാം, ജോത്സനയ്ക്ക് അറിയാം, അച്ഛൻ അബുദാബിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു, അന്ന് നമുക്ക് ഇന്നത്തെ പോലെയല്ല, ഇത്രയും ക്ലാസിക്കലി ട്രെയിൻ ചെയ്യാനുള്ള ടീച്ചേഴ്സ് ഒന്നും അവിടെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യുന്നതിരുന്നാലും നാട്ടിലോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പിന്നെ ഒരു ടാലൻറ്റ് കണ്ടു തുടങ്ങിയപ്പോൾ പതുക്കെ കോമ്പറ്റീഷൻസിന് ഇറങ്ങി. എന്താ പറയണ്ട, അച്ഛൻ്റെ ഒരു ബ്ലാങ്കറ്റ് പെർമിഷനാണ്. നമുക്കിങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം, അതിൽ മാക്സിമം വർക്ക് ചെയ്യുക, ബെസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ എൻ്റെ പാരൻസ് പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും അതിന് വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം ഈ പറഞ്ഞ മാതിരി ആൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് മ്യൂസിക്കിലേക്ക് ഒരു ഫുൾ ടൈം കരിയർ ആയിട്ട് വിടാൻ അച്ഛനമ്മമാർക്കൊരു ചെറിയ ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു പഠിത്തവും കൂടെ കണ്ടിട്ടായിരിക്കും, ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് എൻ്റെ അങ്കിളുമാരൊക്കെ പറഞ്ഞായിരുന്നു, എന്താണ് പ്രതാപനൊരു സീറ്റ് വാങ്ങിച്ചു കൊടുത്തൂടെ എഞ്ചിനീയറിങ്ങിനൊക്കെ. അച്ഛൻ അറിയാം എൻ്റെ പഠിത്തം, അതുകൊണ്ട് എഞ്ചിനീയർ എഴുതിയ ഇപ്പോഴും എനിക്ക് സ്പെല്ലിങ് പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ആ ഭാഗത്തോട്ട് ഞാൻ പോയേ ഇല്ല. അത് ശരി. വിധുവിൻ്റെ ഒരു കരിയറിൽ വിധു പ്രതാപ് എന്നുള്ളൊരു സിംഗർ ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ട് എന്ന് ഞങ്ങളൊക്കെ അറിഞ്ഞത് വിധുവിൻ്റെ വൺ ഓഫ് യുവർ ഫസ്റ്റ് സോങ്സിന് തന്നെ വിധുവിന് വലിയൊരു അംഗീകാരം കിട്ടിയപ്പോഴാണ്. അതായത് കേരള സർക്കാരിൻ്റെ അവാർഡ് കിട്ടി, സായാഹ്നം എന്ന് പറഞ്ഞ ഫിലിമിലെ പാട്ടിന് വേണ്ടിയിട്ട്. ഡ്യുവറ്റിലെ ഫസ്റ്റ് സോങ് ആ പാട്ട് തന്നെ ആവട്ടെ, വിധുവിന് നല്ലൊരു അംഗീകാരം തേടി വന്ന പാട്ട് തന്നെ ആവട്ടെ. തീർച്ചയായും. കാലമേ കൈക്കൊള്ളുക നീ കാവൽ നായകനേ, കാലമേ കൈക്കൊള്ളുക നീ കാവൽ നായകനേ, പിടയുമൊരു കടൽ മടിയിൽ താങ്ങും സൂര്യഹൃദയത്തെ, കാലമേ കൈക്കൊള്ളുക നീ കാവൽ നായകനേ.
ഒരു പുൽത്തളിരിനു പോലും നോവാതിതിലേ നടന്നവനേ, ഒരു പുൽത്തളിരിനു പോലും നോവാതിതിലേ നടന്നവനേ, ഒടുവിൽ പച്ചപ്പാകയിരിക്കും ചുടുകാറ്റലയായോ, നീയൊരു ചുടല കാറ്റായോ, ഞെട്ടിയതാരാണോ നേരിൽ ഞെട്ടിയതാരാണോ, കാലമേ കൈക്കൊള്ളുക നീ കാവൽ നായകനേ, പിടയുമൊരു കടൽ മടിയിൽ താങ്ങും സൂര്യഹൃദയത്തെ, കാലമേ കൈക്കൊള്ളുക നീ കാവൽ നായകനേ. ബ്യൂട്ടിഫുൾ ഋതു. ആ സമയത്ത് എനിക്കൊന്ന് പത്രത്തിൽ വന്നായിരുന്നു, ക്യാമ്പസിൽ നിന്നൊരു സംസ്ഥാന അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതെ കിട്ടിയത്. അപ്പോൾ അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. എൻ്റെ ഗുരുനാഥനായ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ പാട്ടിന് തന്നെയാണ്. അദ്ദേഹമാണ് മ്യൂസിക്. അതിൽ സായാഹ്നം സാറിൻ്റെ ഒരു പ്രപഞ്ചമാനസ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അറിയോ സാറ്? 8-9 രാഗത്തിൽ ചെയ്തിരിക്കുന്നൊരു പാട്ടാണ്. പ്രപഞ്ചമാനസ വീണയിലുണരും പ്രേമം വിളിക്കുന്നു, വിശ്വപ്രേമം വിളിക്കുന്നു, കിളികളെ ഇണക്കിളികളെ ഈ സംഗീതപ്പുഴയുടെ തീരത്തിരുന്നൊന്നു സല്ലപിക്കാൻ പോരൂ, ചിറകുരും നീ ഉല്ലസിക്കാൻ പോരൂ. അനുപല്ലവി. പ്രഭാത ഭൂപാള ചില്ലയിൽ പൂക്കും പ്രണവ ബിലഹരിയിൽ വലം വയ്ക്കും കാലത്തിൻ വസന്തരാഗം വാഴ്ത്തുന്നു ചക്രവാകം, വർണ്ണസംഗീത ചക്രവാകം. സന്ധ്യാഭൈരവി ദീപങ്ങൾ കൊളുത്തും സുന്ദര കലയുടെ നടയിൽ കൈകൂപ്പി നിൽക്കുമീ മോഹനരാത്രിക്കു കാമ്പോജി കൊണ്ടൊരു പൂവ്, മഴക്കാർ മുടിയിൽ കല്യാണി പൂവ്. അങ്ങനെ 8 രാഗങ്ങളാണ്.